സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സ്. ഇന്ന് കുറച്ച് കാര്യങ്ങൾ, അതായത് ഇന്നലെ ന്യൂറയ്ക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ ഇന്ന് ന്യൂറയ്ക്ക് പിടികിട്ടിയിട്ടുണ്ട്. ഇന്നലെ പറ്റിയ അക്കിടിയും അവൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ, ന്യൂറയ്ക്ക് ടാസ്ക് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഇത് ന്യൂറയ്ക്ക് പണി കൊടുക്കാൻ കൊടുത്ത ടാസ്ക്കാണ്. ആക്ച്വലി അവർ രണ്ടുപേരാക്കുന്നു. ആ രണ്ട് വ്യക്തിത്വങ്ങളിൽ ഒരാളെ പുറത്താക്കേണ്ട ആവശ്യകതയുണ്ട്. ന്യൂറയ്ക്ക് കൂടുതൽ പവർ കിട്ടിയിട്ടുണ്ട്. ഈ പവർ അവളിൽ നിന്ന് എടുക്കേണ്ട ആവശ്യകതയുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നു. എന്നാൽ ഇത് കൃത്യമായി മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ബിഗ് ബോസിന് സാധിച്ചിട്ടുമില്ല. ന്യൂറയ്ക്ക് തൊട്ട് മനസ്സിലായിട്ടുമില്ല. അതുകൊണ്ട് ബിഗ് ബോസിന് ഫേവറായിട്ട് കാര്യങ്ങൾ കിട്ടി. ന്യൂറയ്ക്ക് കളി ഇന്നലെ മനസ്സിലായിരുന്നെങ്കിൽ 7ന്റെ പണി ബിഗ് ബോസിനായിരുന്നു കിട്ടേണ്ടിയിരുന്നത്. വ്യക്തമാക്കി തരാം. അതായത് ന്യൂറയ്ക്ക് കൊടുക്കുന്ന ടാസ്ക് അനുസരിച്ച് 50 ചെരുപ്പുകൾ മെയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ടാസ്ക്. ഈ 50 ചെരുപ്പുകൾ മെയ്ഡ് ചെയ്തില്ലെങ്കിൽ അവളുടെ പവർ പോകും. അപ്പോൾ 53 അവൾ ആ പ്രൊഡക്ഷൻ സക്സസ് ചെയ്തു. എന്നാൽ അവൾക്ക് പണി കൊടുക്കാൻ മറ്റുള്ളവരെടുത്ത് പറയാതെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ തൊഴിൽ നേതാവ് എന്നുള്ളതാണ്. അത് പക്ഷേ ബിഗ് ബോസിന് കാര്യം മനസ്സിലായിട്ടില്ല. അക്ബർ വിചാരിച്ചിരിക്കുന്ന തൊഴിൽ നേതാവെന്നാൽ തൊഴിലാളികളുടെ നേതാവായിട്ട് ഇങ്ങനെ നടക്കുക എന്നുള്ളത്. തൊഴിലാളി നേതാവ് എന്ന് ബിഗ് ബോസ് ഉദ്ദേശിച്ച് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ നിങ്ങൾക്ക് അറിഞ്ഞൂടെ തൊഴിലാളി നേതാവ് എന്താ ചെയ്യുക? എല്ലായിടത്തും കുത്തിത്തിരിപ്പുണ്ടാക്കും, ചുമ്മാ സമരങ്ങൾ ക്രിയേറ്റ് ചെയ്യും, മനുഷ്യനെ മര്യാദയ്ക്ക് പണിയെടുക്കാൻ സമ്മതിക്കത്തില്ല. അതാണ് ബിഗ് ബോസ് അക്ബറിന് തന്നെ ആ ടാസ്ക് കൊടുത്തത്. പക്ഷെ അക്ബറിന് അത് മനസ്സിലായില്ല. ന്യൂറയ്ക്ക് തൊട്ട് പിടിയും കിട്ടിയില്ല. കൂടെ നിൽക്കുന്ന ആള് കുത്തിത്തിരിപ്പൊക്കെ കൊണ്ടുവന്ന് ഈ പ്രശ്നങ്ങളൊന്ന് കത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കാര്യം മനസ്സിലായില്ല. ഇവർ ആരും ഒന്നുമില്ല ടാസ്ക് കളിച്ചത്. സക്സസ് ആയത് ബിഗ് ബോസ്. കാരണം അവയർനെസ് ഇല്ലായ്മ. ഇന്ന് പക്ഷേ ബിഗ് ബോസ് കൃത്യമായി ന്യൂറയോട് കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിന്റെ പവർ പോകും. മാത്രമല്ല കയ്യിൽ ബ്ലാക്ക് പോയിന്റും കൊടുക്കുന്നുണ്ട്, ഗോൾഡ് കോയിനും കൊടുക്കുന്നുണ്ട്. ഈ ബ്ലാക്ക് കോയിൻ ആർക്കും കൊടുക്കാതെ കയ്യിൽ വെച്ചത് കൊണ്ട് ഇന്ന് ന്യൂറയ്ക്ക് ആ കോയിൻ നീ തന്നെ എടുത്തോ എന്നായി. അപ്പോൾ താൻ ഓണറാണെങ്കിൽ ഈ കോയിൻ എൻ്റെ കയ്യിരുന്ന കുഴപ്പമില്ല എന്ന് ചിന്തിച്ച ന്യൂറയ്ക്ക് ഇന്ന് പണി കിട്ടിയെന്ന് മനസ്സിലായിട്ടുണ്ട്. ആകെ മൊത്തത്തിൽ ടാസ്കിൻ്റെ കാര്യത്തിൽ ഒരു നല്ലൊരു സക്സീഡ് ഗെയിമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. ഇപ്പോൾ അവിടെ പിന്നെ പണിപ്പുരയിലാണ് എല്ലാണോടെ ഷൂ ഉണ്ടാക്കാൻ പോയിട്ടുണ്ട്. ഞാൻ ആ സമയം കൊണ്ട് വന്നതാണ്. ഈ രാവിലത്തെ കുറേയധികം പ്രശ്നങ്ങൾ അല്ലാതെ തന്നെ നടക്കുന്നുണ്ട്. ന്യൂറയാണ് ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്. ന്യൂറ വിചാരിക്കുന്നത് തനിക്ക് വേണ്ടി എന്തോ ഫേവറാണ് ബിഗ് ബോസ് ചെയ്തതെന്ന്. ആദിലയും അങ്ങനെ തന്നെ ധരിക്കുന്നുണ്ട്. ഇന്നലെ ആദിലയും ന്യൂറയും തമ്മിലൊരു ക്ലാഷ് ഉണ്ടായിരുന്നു. അത് ഈ കോയിൻ കൊടുക്കുന്നതിലാണ്. ഇനി ആർക്കെങ്കിലും ഗോൾഡ് കോയിൻ കൊടുത്തു എന്ന് തന്നെ വെക്കാം. അവർക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഈ കോയിൻ ഇനാമായിട്ട് കൊടുക്കുന്നത്. ഇനി വേറൊരു കള്ളി ഇതിനകത്തുണ്ട്. ഈ ടിപ്സായിട്ട് ഈ കോയിൻ തിരിച്ചു കൊടുക്കാൻ പറ്റും. ടിപ്സായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊടുക്കണമോ എന്ന് ബിഗ് ബോസ് ചോദിക്കുമ്പോൾ ആർക്ക് വേണോ കൊടുക്കാൻ പറ്റും. ഒരാൾക്ക് കൊടുക്കാം, മൊത്തമായിട്ട് കൊടുക്കാം, കുറച്ച് കൊടുക്കണമെന്നില്ല, തുല്യമായിട്ട് കൊടുക്കണമെന്നില്ല, കൊടുക്കാതെയും ഇരിക്കാം. ദാറ്റ് മീൻസ് കൊടുക്കാതിരിക്കുന്ന സംഗതികൾ നേരെ അങ്ങ് ബക്കറ്റിലേക്ക് പോകും. ആ പോകുന്ന ഗോൾഡ് കോയിൻ അത് നൂറയുടെ ഇതിലേക്ക് അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്യപ്പെടുമെന്ന് തോന്നുന്നു. ഗോൾഡ് കോയിൻ പോയില്ലെങ്കിലും ബ്ലാക്ക് കോയിൻ നൂറയുടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യപ്പെടും. അപ്പം നൂറ വളരെ വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഗെയിം സക്സസ് ആക്കുക എന്നുള്ളത് അവളുടെ ഉദ്ദേശ ലക്ഷ്യമാണ്. ഇന്ന് പോയിട്ട് അവൾക്ക് മനസ്സിലായ ഒരു കാര്യം, അവൾ റിപ്പീറ്റ് ചോദിച്ച കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം അവൾ പുറത്തേക്ക് വന്നിട്ട് ബിഗ് ബോസ് അത് ക്ലാരിഫൈ ചെയ്യുന്നിടത്ത് നൂറ അത് അത്ര കൃത്യമായി ആർക്കും മനസ്സിലാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം ഈ ഷൂ മേക്കിങ്ങിൽ എന്തെങ്കിലും ഡിലേ വന്നാൽ 2 പ്രാവശ്യം ജയിച്ചാൽ ഓക്കെയാണ്. അതേസമയം 2 പ്രാവശ്യം തോറ്റാൽ പ്രശ്നം. ഇനിയുള്ള 3 ടാസ്ക് ആയിരിക്കും അവർ കൊടുത്തിട്ടുണ്ടാവുക. ഇനിയുള്ള 2 ടാസ്കിലും ന്യൂറ തോറ്റു കഴിഞ്ഞാൽ ന്യൂറയ്ക്ക് യമകണ്ഠം പണി കിട്ടും എന്നുള്ളത് തർക്കമേ വേണ്ട. അപ്പോൾ അതുണ്ടാകാതിരിക്കാൻ നിങ്ങളാരും ജോലി ചെയ്തില്ലെങ്കിൽ ഞാൻ ജോലി ചെയ്യും എന്ന് പറഞ്ഞ് സത്യം പറഞ്ഞ ഹൗസ് മേറ്റ്സിന് അവൾ ഹിൻഡിട്ട് കൊടുത്തു. അതിൽ ബെന്നി കയറി പിടിച്ചു. ലക്ഷ്മി ബെന്നിയും കൂടെ സംസാരിക്കുന്നതിൽ എനിക്ക് തോന്നുന്നു ഈ തീർച്ചയായിട്ടും പിന്നെ പിടിപെടും. ബെന്നിയാണ് കൂടുതൽ ഇത് പറയുന്നത്. ഇങ്ങനെ അവൾ പറഞ്ഞല്ലോ, അപ്പം അതിൻ്റെ അർത്ഥം ഈ ടാസ്ക് നന്നായിട്ട് ചെയ്തിട്ടില്ല വെച്ചാൽ ന്യൂറ ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ന്യൂറയ്ക്ക് എന്തോ പണിയുണ്ട്. അത് നമ്മൾ നോക്കണം. നമ്മൾ പണി ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം. ഇതാണ് ടാസ്ക്. നിങ്ങൾ പണിയെടുക്കാതിരിക്കുക, പണി എടുപ്പിക്കാൻ അവൾ ശ്രമിക്കുക. കാരണം അവളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു വിഷയമാണിത്. കമ്പനി എന്ന് പറയുന്ന ഒരാളുടെ നിലനിൽപ്പാണല്ലോ. കമ്പനി എന്ന് അവർ പറഞ്ഞതേ ഉള്ളൂ. ആക്ച്വലി അത് അവളുടെ നിലനിൽപ്പാണ്. ബിഗ് ബോസിൽ നിലനിൽക്കണമെങ്കിൽ ആ കമ്പനിയിലുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ സക്സീഡ് ചെയ്ത് പോകണം. ഇനി കോയിൻസിൻ്റെ കാര്യത്തിൽ പ്രശ്നമില്ല. ഗോൾഡ് കോയിൻ കൊണ്ടുള്ള ഒരേ ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ മറ്റേ പണിപ്പുരയിൽ കയറി സാധനം എടുക്കാൻ പറ്റുന്നതാണ്. പക്ഷെ ബ്ലാക്ക് കോയിൻ അത് ഡേഞ്ചറസ് ആണ്. അത് ആർക്കെങ്കിലും ന്യൂറ കൊടുത്തു എന്ന് തന്നെ വെക്കുക. ഇനി ആർക്കെങ്കിലും തിരിച്ചത് ഗിഫ്റ്റായിട്ട് കൊടുക്കണമെന്ന് വെച്ചാൽ ഈ കോയിൻസ് തിരിച്ച് അവർക്ക് തന്നെ കൊടുക്കാൻ പറ്റും. സോ പണി അങ്ങ് ഭയങ്കരമായിട്ട് ഓണാണ്. സെക്കൻഡ് ഡേ ആയതുകൊണ്ട് ആർക്കും അത് പിടികിട്ടിയിട്ടില്ല. പക്ഷേ ഒനിൽ പറയുന്നുണ്ട്, നീ എനിക്ക് തന്നാൽ ആ സാധനം ഞാൻ ഗിഫ്റ്റായിട്ട് നിനക്ക് തന്നെ തരുന്നത് ബ്ലാക്ക് കോയിന്. ഇനി ബ്ലാക്ക് കോയിൻ ആർക്കും ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റില്ല എങ്കിൽ തെച്ചു, അല്ലെങ്കിൽ അത് പണി തന്നെയാണ്. ആർക്ക് കൊടുക്കുന്നു? ഇപ്പം 100 ആർക്ക് കൊടുക്കുന്നു? അവരത് ആദിലേക്ക് കൊണ്ട് കൊടുത്താലും പോരെ.
കോയിൻസ് അവിടെ കയ്യിൽ കൂടുതലായില്ലേ. ഇപ്പം തന്നെ ഒരു ദിവസം മുഴുവൻ കോയിനും നൂറയുടെ കയ്യിലേക്ക് വന്ന് ചമ്മി നാറി വളിച്ച് ചെളിച്ച് അവിടെ കയറി നിൽപ്പുണ്ട്. ആൻഡ് ഈ 2 കുട്ടികൾക്കും എന്താണെന്ന് അറിയത്തില്ല, മറ്റുള്ളവരെ പ്രൊവോക്ക് ചെയ്യാനായിട്ടാണ് കളിക്കുന്നത്. ശരിയായിരിക്കും, അത് ഗെയിം ആയിരിക്കാം, ബട്ട് ദാറ്റ് ഈസ് വെരി സില്ലി ആൻഡ് വെരി അറഗന്റ് ഗെയിം. കാരണം മറ്റുള്ളവരെ അവരുടെ ഒരു പേഴ്സണൽ സ്പേസിൽ കയറി അവരെ ചുമ്മാ ചൊറിഞ്ഞ് അവരെ ഇൻസൾട്ട് ചെയ്തല്ല നിങ്ങൾ രക്ഷപ്പെടേണ്ടത്. പ്രൊവോക്ക് ദം ബൈ സം അനദർ മാനർ. അല്ലാതെ ഷേവിങ് ക്രീം എടുത്ത് പുറത്തേക്ക് ഇട്ട് കൊടുക്കുക, അവരുടെ സാധനങ്ങൾ തൊളിച്ച് വെക്കുക, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൽ കൂടെ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, അവരുടെ റിയാക്ഷൻ വളരെ വൾഗറായിരിക്കും എന്നുള്ളതാണ്. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ബേസിക്കലി എനിക്ക് ആ പിള്ളേർ ജയിക്കണമെന്ന് തന്നെയാണ്. അവർക്ക് പിന്നെ കപ്പ് കിട്ടിയാലും കുഴപ്പമില്ല. കാരണം നാദിറ ഉണ്ടല്ലോ, കഴിഞ്ഞ തവണത്തെ നാദിറ സൂപ്പറായിരുന്നു. നാദിറയ്ക്ക് കപ്പ് കിട്ടാനുള്ള എല്ലാ ചാൻസും ഉണ്ടായിരുന്നു. അത് അവൾ ലാസ്റ്റ് മിനിറ്റിൽ ആ ഒരു ഗ്രീഡ്നെസ് കൊണ്ടാണ് അത് കുറച്ചത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഭയങ്കര ബോറായിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. പക്ഷേ നാദിറയ്ക്ക് അത് കിട്ടണമെന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. കൂടുതൽ അപ്ഡേഷനുമായി വീണ്ടും കാണാം. താങ്ക്